നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യം എന്താണ്, ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് എനർജി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യേണ്ട റീഡിങ്സ് ആണ്. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾ എത്രത്തോളം ഈ റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഈ റീഡിങ്സിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ്, നല്ല ഒരു പോസിറ്റീവ് വൈബുള്ള നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. പേഴ്സണൽ റീഡിങ്സിനും പേയ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ്സ് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജനറൽ റീഡിങ്സിന് നിങ്ങൾ എനർജി കണക്റ്റ് ചെയ്ത് നല്ല പ്രാർത്ഥനയോട് കൂടി കേട്ടാൽ മതി. നിങ്ങൾക്ക് വളരെ വ്യക്തമാകുന്ന ഒരു മറുപടി ലഭിക്കും കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ കർമ്മ ഹീലിംഗ് ആണ്. സാമ്പത്തികപരമാകുന്ന എന്ത് കർമ്മയുണ്ടെങ്കിലും മണി അഫർമേഷൻസിലൂടെ നിങ്ങൾക്ക് ഹീലാക്കി എടുക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി 100% ഉണ്ടാകും. കാരണം അത് പല മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് പണം കണക്റ്റഡ് ആകും. നിങ്ങളെപ്പോഴും മനസ്സിലൊരു മന്ത്രം പോലെ, ഒരു പ്രാർത്ഥന, ഒരു പാട്ട് പോലെയാണെങ്കിലും മണി അഫർമേഷൻസ് ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അഫർമേഷൻസും റൈറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ദ മജീഷ്യൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. മജീഷ്യൻ എനർജിയൊക്കെ നമുക്കും പവർഫുള്ളായിരിക്കണം. അത് പവർഫുള്ളായിട്ട് വായിക്കാൻ പറ്റണമെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലംസ് വന്നിപ്പോൾ ഒരാഴ്ച എനിക്കത് ഓക്കെ ആവാണ്ട് ഇങ്ങനെ എന്നെ പിടികൂടിയിരിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് വിശ്രമം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ജോബും ഇതും എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും മജീഷ്യൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ശക്തമാകുന്ന, പവർഫുള്ളാകുന്ന, നേതൃപാടവമുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കറൻറ്റ്ലി നിങ്ങളുടെ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ശക്തവും നേതൃപാടവുമുള്ള പവർഫുള്ളായ ഏറ്റവും പോസിറ്റീവായ പൂർണ്ണതയോടുകൂടി എന്ന് നമ്മൾ പറയില്ലേ, ഒന്നിലും ഇവിടെ നിങ്ങൾക്കൊരു കുറവ് ഫീൽ ചെയ്യാത്ത വിധം വളരെ ശക്തമാകുന്ന, പവർഫുള്ളാകുന്ന ഒന്നാമത്തെ നമ്പറാണ്. ഒന്നാമത്തെ നമ്പർ സൂര്യനെയാണ് 1 എന്ന ആ ഒരു ന്യൂമറോളജി സൈനിൽ പറയുന്നത്. ആ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും തേജസ്സായ, പവർഫുള്ളായ, പോസിറ്റീവായ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജികളെ ഹീലാക്കാൻ പറ്റുന്ന ഒരു പവർ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്നത്. പക്ഷേ ആ ഒരു എനർജിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എത്രത്തോളം ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ തുടർന്നുള്ള ടൈമുകൾ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് കേട്ടോ. ദ മജീഷ്യൻ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും. അതായത് ഒരു പവർഫുള്ളായൊരു മാനിഫെസ്റ്റേഷൻ പവർ എനർജി ഉണ്ട് ഇന്ന്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും, പ്രതീക്ഷ ഉണ്ടാകും. അതുപോലെ എന്ത് കാര്യത്തിനും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശക്തമാകുന്നൊരു ധൈര്യം നിങ്ങളെ പൊതിയുന്നുണ്ട്. ഭയമൊക്കെ ഉണ്ടായിരുന്ന, ഉത്കണ്ഠ ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ എപ്പോഴും ഉൾവലിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന, പ്രശ്നങ്ങളെ നേരിടാൻ കഴിവില്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് പോലും വളരെ ശക്തമാകുന്നൊരു ധൈര്യം, മനസ്സിനകത്തൊരു കോൺഫിഡൻസ്, എനിക്ക് സാധ്യമാകുമെന്നുള്ള ഒരു മാനസിക അവസ്ഥയിലേക്കും നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം വിഭവ സമൃദ്ധമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. സാമ്പത്തികമായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, ഇൻ്റലക്ച്വൽ ആയിക്കോട്ടെ, ആക്ഷൻ എടുക്കാനുള്ള വിൽ പവർ എനർജി ആയിക്കോട്ടെ, ഫിസിക്കൽ പവർ ആയിക്കോട്ടെ, എല്ലാം നിങ്ങളിൽ സുലഭമായിട്ടുണ്ട് എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ ചൂണ്ടുവിരലിൽ
നിങ്ങളുടെ നേതൃപാടവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മളോട് മജീഷ്യൻ ഇന്ന് കാണിച്ചു തരുന്നത്. അതുപോലെ ഒരു സെലിബ്രേഷൻ, അതുപോലെ തന്നെ വല്ലാതെ ഒരു സക്സസ്, പ്രതീക്ഷിക്കാത്ത എവിടെ നിന്നൊക്കെയോ നിങ്ങൾ പരാജയം ഭീതി ഉണ്ടായിരുന്നിടത്തെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റായ ചില എക്സ്പീരിയൻസുകൾ, ഗുഡ് ന്യൂസുകളാണ് നിങ്ങളെ ഇന്ന് തേടി വരാൻ പോകുന്നത്. അതുപോലെ ഒരു ചെറിയ സെലിബ്രേഷൻ ഇന്നത്തെ ദിവസം ഒരു പക്ഷെ നിങ്ങളെ കണക്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കണക്റ്റ് ചെയ്തോ നിങ്ങൾക്കിന്ന് പങ്കെടുക്കാൻ അല്ലെങ്കിൽ നടത്താനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ദ മജീഷ്യൻ ഏറ്റവും പവർഫുള്ളായ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിൽ കാണുന്നത്. വളരെ വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. അതായത് കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഫോർട്ട് എന്ത് കാര്യത്തിന് ഇന്ന് എടുത്താലും അത് വളരെ ശക്തമായിട്ട് റിസൾട്ട് നൽകും, നിങ്ങൾക്ക് വിജയം നൽകും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മുഖ്യധാരയിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവർ അതിശയോക്തിയോടുകൂടി അത്ഭുതത്തോടുകൂടി നോക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും എനർജിയിൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് എനർജിയാണ് 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. നഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങളുടെ ഈഗോയോ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ചില ബന്ധങ്ങളോ അതൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ നിങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതൊക്കെയോ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്, ഒന്ന് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ടി വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഹൃദയം പൊട്ടുന്ന ഒരു പെയിൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം കൊടുത്തതിനെ തിരസ്കരിച്ച, നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും, നിങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതെ പോയ സിറ്റുവേഷൻസും, ചിലരെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റ്, ചിലരെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ കുറ്റബോധവും നിങ്ങൾക്കിടയിൽ ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആണ്. ഇമോഷണലി ഒരു ചേഞ്ചിങ്ങും വരുന്നുണ്ട് കേട്ടോ. അതായത് ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരു എടുത്തുചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ, മുന്നും പിന്നും നോക്കാതെ ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ കൺട്രോളിങ് നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ഫീലിങ്സ് വരുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ കൺട്രോൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ള കാരണം നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത ചില കാര്യങ്ങളിലെ തെറ്റുകുറ്റങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ. അതുപോലെ നിങ്ങളോട് ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ ഒരു മധ്യസ്ഥത, നിങ്ങൾക്കൊരു ആശ്വാസ വാക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ ഒന്നിലധികം വ്യക്തികളെ അല്ലെങ്കിൽ ഒരു പേഴ്സണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കും കേട്ടോ. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള ചില വ്യക്തികളുടെ പ്രസൻസും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പക്ഷേ ചില നിരാശകൾ ചില ഹാപ്പിനെസ്സിന്, ചില തിരിച്ചറിവിനും തിരിച്ചു പിടിക്കലിനും കാരണമാകും കേട്ടോ. അപ്പം ചില ഇടങ്ങളിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ചില ഇടങ്ങൾ നിങ്ങളെ എവിടെയാണ് പരിഗണിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ചില ഇടത്തേക്ക് നിങ്ങൾക്ക് തിരിച്ച് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകാനും സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം ചിലർക്ക് വിവാഹം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഗുഡ് ന്യൂസ് എനർജിയോ അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചൊരു മീറ്റപ്പ് എനർജിയോ കണ്ടുമുട്ടലുകളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച നിരാശ, നഷ്ടബോധം, ഒറ്റപ്പെടൽ അത് ചിലരെ സംബന്ധിച്ച് അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഈ ഒരു മധ്യസ്ഥതയിലൂടെ ആവാം ഒരു പക്ഷേ കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത്. അതുപോലെ നിങ്ങളിൽ നിന്നും വിട്ടു നിന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ, ഒരു എന്താ പറയുക, പൊരുത്തപ്പെടില്ല, ഇനി ഒരിക്കലും കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത്
കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പം തിരിച്ച് ലഭിക്കുന്നുണ്ട് ചിലർക്ക് ചില കാര്യങ്ങൾ. അത് ചില സൗഹൃദ ബന്ധങ്ങളാവാം, റിലേഷൻഷിപ്പുകളാവാം, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനെ കണക്ട് ചെയ്ത് നമ്മളുടെ വേണ്ടപ്പെട്ട ചില ബന്ധങ്ങളാവാം. നിങ്ങളിൽ നിന്നും എപ്പോഴെങ്കിലും ഒന്ന് അകന്നു പോയ ചിലരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാവുകയോ മറ്റുള്ളവരുമായിട്ട് മധ്യസ്ഥ ചർച്ച നടത്തുകയോ ശക്തമാകുന്ന ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായി നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികളുമാവാം. ഇനി ഒരിക്കലും നിങ്ങൾ പൊരുത്തപ്പെടുകയില്ല എന്ന് ചിന്തിച്ച ചില ബന്ധങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തിരിച്ചു വരവിൻ്റെ, അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസും ആവാം, മുൻകാല കണക്ഷൻസും ആവാം, ഒരു തിരിച്ചു വരവിൻ്റെ ഒരു ശക്തമാകുന്ന എനർജിയെ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പേജ് ഓഫ് വൺസിൻ്റെ എനർജി തൊട്ട് ചേർന്ന് വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് രീതിയിലാണോ മുന്നോട്ടേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി സ്വപ്നം കാണുന്ന, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ് കേട്ടോ. ഇന്നു മുതൽ നിങ്ങൾ വളരെ ആഗ്രഹിച്ച, ഒരു പക്ഷേ അവസാനിച്ചു പോയ ചില കാര്യങ്ങളെ വീണ്ടും നിങ്ങൾ ഇല്ല, ഞാൻ അതിൽ നിന്നും പിന്മാറുന്നില്ല, ഞാനത് നേടിയെടുക്കും, എനിക്കെൻ്റെ ലൈഫിൽ അത് വേണം. അത് സാമ്പത്തികമാവാം, ഹെൽത്ത് പരമാകുന്ന ചില കാര്യങ്ങളാവാം, ഇമോഷണൽ പരമാകുന്ന ചില ട്രോമ എനർജിയിൽപ്പെട്ട അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിന് പെട്ട ചില ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഷൻ, നിങ്ങളുടെ സ്വപ്നം, ഇതിനപ്പുറത്തേക്കിനും മറ്റൊന്നിനും നിങ്ങൾ വാല്യൂ കൊടുക്കാത്ത ചില സ്വപ്നങ്ങളെ ഫോക്കസ് ചെയ്യുന്ന, പാഷൻ എനർജിയെ ഫോക്കസ് ചെയ്യുന്ന കാര്യമാവാം. നിങ്ങൾ വളരെ ആഴത്തിൽ അന്ധമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യത്തിൻ്റെ സ്റ്റാർട്ടിങ്, അത് ചെറിയ രീതിയിൽ മുള പൊട്ടി വരുന്നു എന്ന് പറയുമ്പോൾ, ഒരു വിത്ത് പാകിയാൽ ആ വിത്ത് എങ്ങനെയാണോ ഭൂമിക്കടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്ന രീതിയിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സിറ്റുവേഷൻസിലാണ് കാര്യങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിലെ അഗാധമായ ആഴത്തിലുള്ള ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ചതാണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത്. അതായത് ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്താൽ, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി നിങ്ങൾ നിലനിന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളെ ആരെങ്കിലും ഫിനാൻഷ്യലി ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, നിങ്ങളുടെ സന്തോഷത്തെ, നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ ആരെങ്കിലുമൊക്കെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നിഷ്കളങ്കമാകുന്ന, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ക്യാരക്ടർ എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചൂസ് ചെയ്ത് നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആവശ്യം കഴിയുമ്പം വലിച്ചെറിയുന്നതിലും വലിയൊരു പെയിൻ നമുക്ക് വേറൊന്നില്ലല്ലോ അല്ലേ. നമ്മളെ ഉപയോഗിച്ചിട്ട്, അതല്ലാതെ നമ്മളിൽ പല ബന്ധങ്ങളും കണക്റ്റഡ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക, സംസാരിക്കുക, കുറച്ച് ആഴത്തിലൊന്ന് കണക്റ്റഡ് ആവുക എന്നത് നമുക്ക് വിട്ടുപോകുക എന്ന് പറഞ്ഞാലും ഒരുപാട് പെയിൻ എനർജിയിലേക്ക് പോകേണ്ട. അത് നമ്മളുടെ ഒരു ടൈമിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അതേസമയം അല്ലാത്ത രീതിയിൽ ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റു പല രീതികളിലാണെങ്കിലും നിങ്ങളുടേതാകുന്ന പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ മിസ്യൂസ് ചെയ്ത് നിങ്ങളിൽ നിന്നും പുറത്തു പോയ ചില വ്യക്തികളുടെ എനർജിയെ കണക്ട് ചെയ്ത് നോക്കുമ്പം അവരിപ്പം ശക്തമാകുന്ന കർമ്മയിലാണ് കേട്ടോ. അതായത് ഒരു മരണതുല്യമാകുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു എനർജി, നിങ്ങൾ എത്രത്തോളം തകർന്നു പോയോ, നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം കാലം, വർഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞോ, അത് അവർക്ക് തുടങ്ങിയിരിക്കുന്നതായിട്ടും നിങ്ങൾ അവിടെ നിന്നും പുറത്ത് കിടക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അനുഭവിച്ചിരുന്ന ട്രോമയിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നതായിട്ടുമുള്ള എനർജി വരുന്നുണ്ട്. അപ്പം ശക്തമായ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളിൽ പലരും പോകുന്നുണ്ട്. റൈറ്റിംഗ് ഹീലിംഗ് പവർഫുള്ളായിട്ട് എഴുതിക്കൊള്ളുക. റൈറ്റിംഗ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ ഭാരമാക്കി വെക്കുന്ന കാര്യങ്ങളെ എഴുതി നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് റൈറ്റിംഗ് ഹീലിംഗ്. അത് ചെയ്തോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമ്മ ഹീലിംഗ് നടക്കും. നിങ്ങൾ എപ്പോഴാണോ കർമ്മ ഹീലിങ്ങിൽ എത്തിച്ചേരുന്നത് അതനുസരിച്ച് അവരുടെ ലൈഫിൽ കർമ്മ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അവരനുഭവിക്കാൻ വന്ന കർമ്മ എനർജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയേണ്ടി വരും.
നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളെങ്ങനെയായിരുന്നു ഇന്നലെ വരെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് സമയങ്ങളിൽ ആ ഒരു വ്യക്തിയിലുണ്ടായിരുന്ന വിശ്വാസം, ആ ഒരു പേഴ്സണിലേക്ക് കണക്റ്റഡ് ആയത്, അതേ എനർജിയിലൂടെ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകേണ്ടി വരും. ഫിനാൻഷ്യലി നിങ്ങളെ ചൂഷണം ചെയ്ത വ്യക്തികൾക്ക് വളരെ ശക്തമാകുന്ന സാമ്പത്തികപരമാകുന്ന ഒരു ചീറ്റിങ് മറ്റൊരിടത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് പ്രപഞ്ചശക്തി, ഡിവൈൻ നീതി നൽകിയിരിക്കുന്നു, ന്യായം നൽകിയിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസം ചിലരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു മാനസികപരമായിട്ടൊക്കെ ഇച്ചിരി വിഷമം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് സൗഹൃദങ്ങളിൽ കുറച്ച് നേരം ഇൻവോൾവ് ആകാനും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിനിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് ചുമ്മാ ഹാർട്ട് ബ്രോക്കൺ, മനസ്സിനൊരു അസ്വസ്ഥതയും വെല്ലുവിളിയൊക്കെ ഫീൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം സൗഹൃദ വലയത്തിൽ കൂടുതൽ കണക്റ്റഡ് ആകാനും അത് നിങ്ങൾക്ക് കുറച്ച് സന്തോഷം, ഒരു മാറ്റം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കാലം അനുകൂലമാകുന്നു. പല കാര്യങ്ങളും, പല സിറ്റുവേഷൻസുകളും ഓപ്പണിംഗ് ആവുന്നുണ്ട്. ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്ന പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സ്റ്റക്കായി പോകുന്ന, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ തേങ്ങി നിൽക്കുന്ന ഇടങ്ങളിൽ കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്ന, അതായത് ഒരു ഭയം, കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ ഫീലിങ്സ് ഉള്ളിലുണ്ട് എങ്കിൽ ചിലരെ സംബന്ധിച്ചൊരു എബ്രോഡ് എനർജിയുടെ പ്രസൻസ് ഒക്കെയാണ് കേട്ടോ സ്റ്റക്നെസ് കാണിക്കുന്നത്. അതിനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കാലം അനുകൂലമാവുകയാണ് കേട്ടോ. ടൈം ചേഞ്ചിങ് ആവുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് കാണുന്നത്. അതുപോലെ ഒരു റിജക്ഷൻ എനർജി വരുന്നുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇമോഷണലി കണക്റ്റഡ് ആകണം. നിങ്ങളുടെ മാനസികപരമായിട്ട് നിങ്ങൾ ഡൗൺ ആയി പോകുന്നു, ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലും വല്ലാതെ നിങ്ങളൊരു ഫ്രസ്ട്രേഷനൊക്കെ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഒരു വല്ലാതൊരു തടവറയിൽ പെട്ടതുപോലെ ആരെങ്കിലുമൊക്കെ ഉറക്കം പോലും ക്ലിയറായിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത വിധം നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നത് ഒരു ഇമോഷണൽ റിജക്ഷനാണ് കേട്ടോ. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഒരിടത്തേക്ക് നിങ്ങൾ ഒരിക്കലും ഒരു യാചനയുടെ മുഖവുമായിട്ട് ചെല്ലരുത് കേട്ടോ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് വേണ്ട എന്ന് ആ വ്യക്തിയുടെ ശരീരഭാഷയിലൂടെയോ വാക്കുകളിലൂടെയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അതൊന്ന് പറഞ്ഞു പഠിപ്പിക്കുക കേട്ടോ. ഒരു റിജക്ഷൻ എനർജിയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ അതൊരു ശക്തമാകുന്ന പെയിൻഫുള്ളിലേക്ക് പോകാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിർത്തുക. സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഞാൻ പറയാറില്ലേ, റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ മനസ്സിലെ ഭാരമിറക്കി വെക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മെഡിസിനാണ് റൈറ്റ് ഹീലിംഗ്. നമ്മളെ എന്തൊക്കെയാണോ ബുദ്ധിമുട്ടിക്കുന്നത്, അവരോട് എന്തൊക്കെയാണോ പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ പ്രപഞ്ചത്തോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് സ്വയം പറഞ്ഞ് ഇന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ആ വ്യക്തി ഇന്നതാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ഇന്നതാണ്, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം, നമുക്കതിനേക്കാൾ നല്ലതൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളുടെ പേരോടുകൂടി തന്നെ പറഞ്ഞ് നമ്മളോട് നമ്മൾ സംസാരിക്കുന്ന പോലെയാണെങ്കിലും നിങ്ങളത് എഴുതി നമ്മുടെ മനസ്സിൽ നിന്നും ആ ഒരു തോട്ട്സിനെ, ആ ഒരു ഭാരത്തെ ഞാൻ പ്രകൃതിക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കത്തിച്ച സെക്കൻഡ്, പിന്നെ വായിക്കാൻ നിൽക്കല്ലേ, അത് എഴുതിയത് അപ്പം തന്നെ കത്തിക്കുക. അതായത് മനസ്സിൽ നിന്ന് ആ കടലാസിലേക്ക് പകർത്തി അത് പ്രകൃതിയിലേക്ക് ഭസ്മമാകുക. അതായത് അഗ്നിയിലേക്ക് ഇരയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ശുദ്ധികലശമാണ്. അതായത് ഒരു പരിശുദ്ധമാക്കുകയാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിന്. അപ്പം അത് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് മാറ്റം വരും. വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിൽ പലർക്കും ജീവിത പുരോഗതിയുടെ സമയമാണ്, പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. നിങ്ങളോട് മത്സരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്താൻ ഒരുപാട് വ്യക്തികളുടെ സാഹചര്യങ്ങളോ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. ശക്തമായി ഫൈറ്റിംഗ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും. മനസ്സുകൊണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും. അതെനിക്കുള്ളതല്ല, അതെനിക്ക് വേണ്ട, എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തിടമാണ്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള വ്യക്തത നിങ്ങൾക്ക് കിട്ടും, ക്ലാരിറ്റി കിട്ടും.
ലെറ്റ് ഗോ ചെയ്യുക. ഒന്നും ചിന്തിക്കേണ്ട, ലെറ്റ് ഗോ ചെയ്യണം കേട്ടോ. അതുപോലെ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ചതിച്ച, നിങ്ങളെ മിസ്യൂസ് ചെയ്ത, നിങ്ങളെ ട്രാപ്പിലാക്കിയ ഏത് സാഹചര്യമാണോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വലിയൊരു ചേഞ്ചിങ്, വലിയ സന്തോഷകരമാകുന്ന ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഹീലാകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നോ എന്നൊരു എനർജി ഏഞ്ചൽസ് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്യൂച്ചറിലേക്കൊന്നും ഒരു തീരുമാനം എടുക്കേണ്ട സമയമല്ല. സൈലൻ്റ് ആയിട്ട് ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധങ്ങളൊക്കെ, പരിപത്രു ബന്ധമായിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ബന്ധങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിടത്തുനിന്ന് പെട്ടെന്നൊരു തകർച്ച ഏതെങ്കിലും റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റൊമാൻസ് എനർജിയുടെ, ഒരു റീയൂണിയൻ പ്രസൻസിൻ്റെ എനർജി നമുക്ക് ഫസ്റ്റ് കണ്ട പോലെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ തേടി വരുന്ന ഒന്നിനെ നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷം, പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. മനസ്സിലൊരു കാര്യം ഒരിക്കൽ കൂടി ചോദിക്കുക ഏഞ്ചൽസിനോട്. എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് അതിന് നൽകുന്ന മറുപടി എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. കൃഷ്ണ പറഞ്ഞിരിക്കുന്നത് there is something better എന്നാണ് കേട്ടോ. ഇതിലും നല്ല എന്തോ ഒന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന, തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന സിറ്റുവേഷൻസിൽ അതിലും ബെറ്ററായ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അത് മനസ്സിനകത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിനൊരു മാറ്റം ഉണ്ടാകുമോ, നിങ്ങൾ മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വരുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻസിൽ നമുക്ക് തരുന്നത് ഇതിലും ഇപ്പോഴത്തെ അവസ്ഥയെക്കാളും ബെറ്ററായൊരു സിറ്റുവേഷൻസ്, ഏത് കാര്യമാണോ നിങ്ങൾ ചിന്തിച്ചത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ.